ഏഴ് ഏഴ് തറവാട്ടുകാർ വണ്ണാന്മാരും 5 തറവാട്ടുകാർ അല്ലേ, 4 തറവാട്ടുകാർ ആശാരിമാർ കൂടി ചേർന്നാണ് ഈ തിരുമുടിയുടെ പണി തീർക്കുന്നത്. അതിൻ്റെ പണി തിരുമുടി ഓട ഇതെല്ലാം ചേർന്ന് നിൽക്കുന്നത്. അതിൽ മേലാശാരിയാണ് പ്രകാശൻ എന്ന് പറഞ്ഞത്. ഇതാണ് മുത്താൻശ്ശേരി പ്രധാന തിരുമുടി വെക്കുന്ന ആൾ. ഈ പാരമ്പര്യമായിട്ട് പകർന്നു വരുന്ന പ്രധാനമായും 7 തിരുവണ്ണമാറ തറവാട്ടുകാരാണ്. അതുപോലെ തന്നെ 4 വീട്ടിൽ ആശാരിമാർ ചേർന്നാണ് ഈ തിരുമുടിയുടെ പണിയും ഈ ഒടയും തയ്യാറാക്കുന്നത്. ഇതുപോലെ ഒന്ന് വേറെ നമ്മുടെ ഈ ഉത്തരമലബാറിൽ വേറെ എവിടെയില്ല. ഇങ്ങനെ ഒരു 2 സമുദായം കൂടി ചേർന്ന് ഒരു പണി തീർക്കുക എന്നുള്ളത് തിരുമുടി പണിയായിട്ട് മാത്രം. ഇത്തരം 7 കവുങ്ങ് 7 കഴിഞ്ഞ് വലിയ 16 അപ്പോൾ അതിൽ 16 മുള ചേർത്താണ് ഇത് കെട്ടിയെടുക്കുന്നത്. ഈ രണ്ടാളെ കൂട്ടായ്മ ഇല്ലാതെ യാതൊരു കാരണവശാലും ഈ രീതിക്ക് ഇത്ര വേഗം നമ്മൾ പറയുന്ന രീതിക്ക് വൃത്തിയാക്കാൻ പറ്റാം. പിന്നെ എല്ലാ വർഷവും ഈ പുതിയ തിരുമുടി തന്നെ വേണമെന്ന് ഇവിടുത്തെ ഒരു നിർബന്ധം, സൗകര്യങ്ങളുടെ നിർബന്ധം. എല്ലാ വർഷവും പുതിയ തിരുമുടി നമ്മൾ കെട്ടിയുണ്ടാക്കി വേണമെന്നുള്ളതാണ്. അത് ഈ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഈ കളൈവാതക്കൽ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു പാരമ്പര്യം എന്ന് വെച്ചാൽ ഇത് നമ്മളൊരു ജീവിതചര്യയായിട്ട് മാറ്റിയ ഇതാണത്. നമുക്ക് വ്രതങ്ങൾ എന്ന് വെച്ചാൽ നമ്മളിപ്പം ചിലയിടത്തൊക്കെ നമ്മൾ ആ തിരുമുടി വെക്കുന്നതിന് ഒരു ഇത്ര ടൈമിന് മുമ്പേ നമുക്ക് വ്രതം നോക്കാൻ പറ്റും. ഇതങ്ങനെയല്ല. നമ്മളെന്ന് വെച്ചാൽ ജീവിതം തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. ഇന്ന കാര്യങ്ങൾ ചെയ്തുകൂടാ, ഇന്ന ഭക്ഷണങ്ങൾ കഴിച്ചുകൂടാ എന്ന് വളരെ സ്ട്രിക്റ്റാണ്. ഞാൻ ജീവിതകാലത്ത് ഇതിന് നമ്മൾ ഇത് തയ്യാറായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുത്താൻശ്ശേരി എന്ന് പറഞ്ഞത് നമ്മുടെ ഈ തിരിയോറിയുണ്ട്. നമുക്കിവിടെ കൊടുക്കാൻ പറ്റില്ല, നമുക്ക് സ്ഥാനത്തിന് വേണ്ടി വേണം. അത് നമ്മൾ കൈയാളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്രതം ജീവിതചര്യയായിട്ട് കൊണ്ടു നടക്കണം. എപ്പോഴും ആ ഒരു വ്രതത്തിലാണ്. നമ്മൾ ചില ചടങ്ങുകളിൽ പങ്കെടുത്തുകൂടാ, എല്ലായിടത്തും ഭക്ഷണം കഴിച്ചുകൂടാ, അതേപോലെ മറ്റേ പഴഞ്ചൂട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിച്ചുകൂടാ, ഒരിക്കലും ജീവിതത്തിന് അത് പ്രത്യേക ഒരു സിസ്റ്റമായിട്ട് മാറ്റിയിട്ടുള്ളതാണ്. ഇവിടെ പിന്നെ സംക്രമത്തിൽ നമ്മളിവിടെ കൊടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറുന്നത്. ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റു വീടുകളിലൊന്നും അധികം പോകാൻ പറ്റില്ല. നമുക്ക് പിന്നീട് നമ്മൾ ആ ഒരു വീട്ടിൽ പോയിട്ട് ഒരു ക്ഷണം സ്വീകരിച്ച് നമ്മൾ ഒരു ചെയ്യുന്നത് നമ്മുടെ മേലാശാരിയിലാണ്. ഇന്ന് ആക്കം നോക്കി അരിയളവ് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മേലാശാരി വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് അവരെ ഒരു എടുക്കും. നമ്മൾ അവിടെ നിന്ന് ഒരു വെള്ളം വാങ്ങിക്കും. ആ വെള്ളം നാളെ കലശത്തിന് വേണ്ടിയിട്ട് കലശ സമയത്ത് നമ്മൾ നിർബന്ധമായും എടുത്തിരിക്കണം ആ വെള്ളം. അങ്ങനെയുള്ളൊരു ഒരു ട്രഡീഷൻ, ഒരു പാരമ്പര്യം നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റാത്തതാണ്. സാറിന് ഇങ്ങനെ ഒരു മാറ്റി വാങ്ങിക്കുക എന്നുള്ളത് ഒരു മേലാശാരിയുടെ വീട്ടിൽ നിന്ന് ഇതിനൊന്ന് വാങ്ങിക്കുക എന്നുള്ളത് ഇതിനെ കൊണ്ടുവയ്ക്കുക എന്നുള്ള ഒരു പ്രത്യേകതരം ട്രഡീഷനാണ് ഈ കളരിവാദം. അതുപോലെ മഴയായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും തെയ്യങ്ങൾ മഴയാകുമ്പോൾ കഴിയുന്നുള്ളതാണ്. മഴയായിട്ട് ഇത് മഴയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മഴയത്ത് പിന്നെ ഏറ്റവും അവസാനത്തത്, ഏറ്റവും വലുത്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇതിനാണ് നമ്മുടെ സിസ്റ്റത്തിന് ഇതിൻ്റെ കാര്യം.